നമ്മളിപ്പോൾ പശുവളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെ പശുക്കളെ ബ്രീഡ് ഡെവലപ്മെന്റിനെ കുറിച്ച്. അതായത് ഏതൊക്കെ ഇനി നമ്മൾ കുത്തിവെക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മളെ പശുക്കൾക്ക് ഏതൊക്കെ കുത്തിവെക്കേണ്ടത്. അപ്പോൾ നമ്മളെ എല്ലാ പശുക്കൾക്കും ഇപ്പോൾ കുത്തിവെച്ചിട്ടുണ്ട്. ഇതൊക്കെ കിടാരി സെക്ഷനാണ്. ഇതിൽ നമ്മൾ 3 ആൾ ഒഴികെ അവിടുന്ന് 2 ആളെ നമ്മൾ കുത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുത്തിയിട്ടുള്ളത് നമ്മളെ KLTVന്റെ ക്യാപ്റ്റനാണ്. ജർമ്മനിന്ന് ഇതാക്കിയ സാധനമാണ്. ഇപ്പം നമ്മളെ മൃഗാശുപത്രിയിൽ നിന്ന് നമ്മൾ തന്നെ പുതിയതായിട്ട് ആദ്യമൊക്കെ അവിടെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ചെറിയ സെമിനാറൊക്കെ ആവും. നമ്മൾ വരുത്തിച്ചാണ് പ്രീമിയം സെമിനാർ നമ്മൾ മൃഗാശുപത്രിക്ക് വരുപ്പിച്ച അങ്ങനെ കുത്തിവെക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് ഇതിപ്പോ നമ്മള് ഈ ബൈക്കുട്ടി ഇതാ ഈ മൂന്നാമത്തെ ഈ HFന്റെ ബൈക്കുട്ടി ഇത് ഒറിജിനൽ HF ആണ്. അപ്പൊ ഇതിന് നമ്മള് കുത്തിവെച്ചിട്ട് നമ്മൾ ജൂണിക്ക് മാറ്റി വെച്ചതാണ് കുത്താൻ വേണ്ടി. ഇതിനുള്ള സമണൊക്കെ നമ്മൾ ഇപ്പൊ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. താനോസാണ് നമ്മൾ കുത്താൻ എത്തിയത്, NDDBന്റെ താനോസ്. ഇതിലുള്ള നമ്മളെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നല്ല തലമുറ ഉണ്ടാക്കിയെടുക്കുക, നല്ല ഉൽപാദനമുള്ള നല്ല പശുക്കളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ അടുത്ത പ്ലാൻ എന്താ വെച്ചാല് ഇപ്പോൾ ഇതിനെ കുത്തിവെച്ചതിന് ശേഷം ഇതിനെ ഒരു ചെയ്യുമ്പോൾ ടാഗ് അടിച്ചിട്ട് ആ ബുള്ളിന്റെ പേരും ബുൾ നമ്പറും ഒക്കെ എഴുതിയിട്ട് ടാഗ് അടിക്കാനാണ് നമ്മൾ അടുത്ത പ്ലാന്. അപ്പോൾ ഇതിന് നമ്മൾ കുത്തിവെച്ചുകൊണ്ട് എന്താണ് KLTVന്റെ ക്യാപ്റ്റൻ തന്നെയാണ്. പിന്നെ അപ്പുറത്ത് ചെന്ന് മെസ്സി പറഞ്ഞിട്ടുണ്ട് NDDB. പിന്നെ അതേമാതിരി ഇത് കുത്തിവെച്ചിട്ടുണ്ട് AVS ചാമ്പ്യന്. പിന്നെ ഇത് താനോസ കുത്തിയിട്ടുണ്ട് NDDBന്റെ. അത് താനോസ്. പിന്നെ അത് ടോം എന്ന് പറഞ്ഞ സാധനമാണ്, അത് NDDBന്റെ തന്നെയാണ്. ആ കൊമ്പില്ലാത്ത മോയെ കുത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം നമ്മള് നല്ലൊരു തലമുറ അടുത്തതില് ജനറേഷൻ സൂപ്പർ ആവും. ജനറേഷൻ സൂപ്പർ ആവും. അതിനായിട്ട് നല്ല ഉൽപാദനമുള്ള പശുക്കൾ ഉണ്ടാക്കി എടുക്കാന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് കർഷകർ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നമാണ് പശുക്കൾക്ക് ചെന പിടിക്കാതെന്നുള്ളത്. ഇപ്പൊ കർഷകരോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇവിടെ ഒന്നും പശുക്കളൊന്നും ചെന പിടിച്ചിരുന്നില്ല. 1-2 കുത്തിനൊന്നും പിടിച്ചിരുന്നില്ല. ചില വൈക്കൾ 10 കുത്തിച്ചിട്ട് വരെ പിടിക്കാതുണ്ടേനി. പിന്നെ നമ്മൾ കാളനെ കുടിച്ചിട്ട് 5-6-7 ചവിട്ടിന്റെ ശേഷമാണ് പിന്നെ ചെന പിടിച്ചത്. ഇപ്പോൾ നമ്മൾ അതിനെ പറ്റി ഡീത്തിന് തന്നെ സങ്കടം ഉണ്ട്. അപ്പോൾ ഒരേ ക്ലാസ് കേട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത് ചെന പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിനറൽ മിക്സർ കൊടുക്കണമെന്ന്. മിനറൽ മിക്സർ നമ്മൾ ആദ്യം തന്നെ കൊടുക്കുന്നത്, അത് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം നമ്മൾ ഡെയിലി കൊടുക്കൽ തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ എല്ലാ വൈക്കളും ചെന പിടിച്ചിട്ടുണ്ട്. 1-2 കുത്തിലെല്ലാം ചെന പിടിച്ചിട്ടുണ്ട്. ഈ ഡീത്തിന് സംഘടനയിൽ നമ്മൾ ക്ലാസ് കേട്ടത് ഒരു പഞ്ചാബത്തെ ഡോക്ടറാണ്. ചെന പിടിക്കലും വൈക്കള മാനേജ്മെന്റും ഫീഡ് മാനേജ്മെന്റും എല്ലാം കേട്ടത്. അത് നമുക്ക് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ ചെയ്ത് തരും. മൂപ്പര് ഇംഗ്ലീഷ് പറഞ്ഞു തരും, ട്രാൻസ്ലേഷൻ കഴിക്കാണ്ട് വേറെ ആളുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ കൂടുതൽ നമ്മൾ പഠിച്ചതിന് ബ്രീഡ് ഡെവലപ്മെന്റ് എന്നുള്ള അടുത്തതിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ കാരണം.